ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ചാളക്കറി ഉണ്ടാക്കാൻ പോകുന്നേ. ചാള നല്ല ഫ്രഷ് ചാള, പച്ച നല്ല ഉരുണ്ട ചാള കിട്ടിയിട്ടുണ്ട്. അത് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, അതൊരു കിലോ ചാളയുണ്ട്, അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് ചക്കക്കുരു, അതും വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങയില്ലേ, അതിലും കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളേ, ഒരു 2 പിടി അത്രയും ഇല്ല. എന്നിട്ടൊരു 8-10 കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു 8 പച്ചമുളകല്ല പിരിയമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി. അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കൊത്ത് കറിവേപ്പില അതും ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഈ ചക്കക്കുരുവില്ലേ, അത് ഈ പാത്രത്തിലിട്ടൊന്ന് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കേ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. തീ ഒന്നിട്ട് കൊടുക്കട്ടെ, അതിരുന്ന് വേവട്ടെ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് വറുക്കേ. അതിന് വേണ്ടി ആദ്യം അടുപ്പ് കത്തിക്കട്ടെ. ഭയങ്കരമായിട്ടങ്ങ് വറുക്കണ്ട, ചെറിയൊരു പച്ച മണം ഒന്ന് മാറിയാൽ മതി തേങ്ങയുടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, ഈ ചക്കക്കുരുവും പിന്നെ തേങ്ങയെ പറഞ്ഞ് ചൂടാക്കി അരയ്ക്കുന്നത്. നമ്മൾ തേങ്ങ ഉണ്ടല്ലേ, ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടേ, ഇത്രയും മതി. ആ ഉള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വേണ്ടേ. ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി ചൂടാവട്ടെ. നമ്മളെ ചട്ടി ചൂടായേ, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മതിയേ. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. നമുക്ക് ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറട്ടെ. നമുക്കിതിനകത്തോട്ട് ഒരു സവാള കുത്തിയരിഞ്ഞ് വെച്ചോണ്ടേ, അത് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
നമ്മൾ ചക്കക്കുരു വെന്തിട്ടുണ്ടേ. ഒരു 3/4 വേവ് ചക്കക്കുരു കഴിഞ്ഞേ. ഞാനിതിപ്പോൾ ഇനി അണച്ചിടുക. ഇത്രയും വെന്താൽ മതി. ബാക്കി ഈ മീനിൻ്റെ കൂടെ കിടന്ന് വേവണ്ടല്ലേ, അതൊന്ന് ഞാൻ അണച്ചിടുക. ഇനി ഇതൊന്ന് വാടട്ടെ. ഇത് ഭയങ്കരമായിട്ടങ്ങ് മൊരിയൊന്നും വേണ്ട, ചുമക്കൊന്നും വേണ്ട, ചെറിയൊരു വാട്ടം. ഞാൻ ഈ വറുത്ത് വെച്ചിട്ടില്ലേ, ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ ഈ ഉള്ളിയിലോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവേ. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. അത് വറുക്കാൻ നേരത്ത് ഇടാൻ മറന്നുപോയി. നമ്മുടെ ഉള്ളി ചെറിയൊരു വാട്ടം വന്നേ. ഞാൻ അതിനകത്തോട്ട് ഒരു തക്കാളി അതും അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കുക. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. നമ്മുടെ ഈ തേങ്ങയില്ലേ, ഇത് ഒന്ന് തണുത്തിട്ടുണ്ടേ, നല്ല തണുത്ത്. ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ നല്ലപോലെ തക്കാളി ഇതിനകത്ത് ഉള്ളിയായിട്ട് നല്ല വേണം. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു മിനിറ്റ് കൂടെ ഇങ്ങനെ കിടക്കട്ടെ. ഓ, എല്ലാം നല്ല വെന്ത് കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് ഞാൻ ഇപ്പോൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അതൊഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് പുളിയോ, ഞാൻ ഇതിനകത്ത് പിഴുപുളിയോ ഒഴിക്കുന്നേ, കുടംപുളിയോ ഒക്കെ ഇടാം. ആവശ്യം അനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കുറേ വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. മതിയേ. ഇതിനകത്ത് ഈ വേവിച്ച് വെച്ചേക്കുന്ന തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഈ ചക്കക്കുരുവില്ലേ, അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളെ കറി നല്ല തിളച്ചേ. ഇനി ഇതിൽ ഈ മീനില്ലേ, അതിട്ട് കൊടുത്തേ. ഇപ്പോൾ ഇങ്ങനെ ഇളക്കാം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റത്തില്ലേ. ഇതിനകത്ത് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പൊന്ന് നോക്കട്ടെ, ഉപ്പ് കാണില്ല.
ചക്കക്കുരുവിന് മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇത് തിളയ്ക്കട്ടെ. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് എപ്പോഴും പറയുന്ന കണക്ക് തീ കുറച്ച് വെക്കാം. എങ്കിലേ മീനിനകത്ത് ഉപ്പും പുളിയൊക്കെ കയറത്തുള്ളൂ. നമ്മൾ കറി നല്ല തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയത്തിനും താഴെ. ഇനി ഇതിൽ കിടന്ന് ഇങ്ങനെ ഒരു 4-5-6 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ കറി നോക്കേ. കുറേ നേരമായി, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇത് ഇളക്കാനൊന്നും പോകണ്ട, നമുക്കൊന്ന് കറക്കാം. നല്ല കുറുകുറാള്ള കറിയെ, നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിൽ ഒരു 4-5 പച്ചമുളക് 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇതിന് വെച്ചിട്ടേ നമുക്കൊന്ന് അടച്ചിടാം. ഗ്യാസൊക്കെ ഓഫാക്കേ. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എങ്കിൽ ആ മീനിൻ്റെ ആ യഥാർത്ഥ രുചി വരത്തുള്ളൂ. ഈ കറിവേപ്പിലയും പച്ചമുളകിൻ്റെ ഒക്കെ മണം ഇറങ്ങത്തില്ലേ, ആ ടേസ്റ്റ് വരും. അപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ. നമ്മളെ കറി എടുക്കേ. 3-4 മിനിറ്റ് കഴിഞ്ഞു. നല്ല മണം. അപ്പോൾ ഈ കറി അടിപൊളി കറിയാണ്, ചക്കക്കുരുവിൻ്റെയും. അയ്യോ എന്തോ ടേസ്റ്റാണെന്നറിയാവോ. ഞാൻ കൊണ്ട് തവി അങ്ങ് ഇട്ട് കൊടുക്കാൻ പോകുന്നു. കണ്ടില്ലേ, നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അമ്മ അടിപൊളി കറിയാവേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കേ. നല്ല ടേസ്റ്റായി കറിക്ക്. ചോറിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ട, ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം